നമസ്കാരം. മലയാള സിനിമാ പ്രേമികൾക്കേറെ സുപരിചിതയായ താരമാണ് മല്ലിക സുകുമാരൻ. മല്ലിക സുകുമാരൻ മാത്രമല്ല, മക്കളായ ഇന്ദ്രജിത് സുകുമാരനും പൃഥ്വിരാജ് സുകുമാരനും എല്ലാം പ്രേക്ഷകർക്ക് എപ്പോഴും പ്രിയങ്കരൻ തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരം കുടുംബത്തിനൊപ്പമുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പലപ്പോഴും പങ്കുവയ്ക്കാറുണ്ട്. സിനിമയിലും സീരിയലുകളിലുമായി ഇപ്പോഴും സജീവമാണ് മല്ലിക. 50ലേറെ വർഷമായി മലയാള സിനിമയിലും ടെലിവിഷൻ രംഗത്തും സജീവമായി പ്രവർത്തിക്കുന്ന കലാകാരി മല്ലികയോട് എന്നും ഒരു പ്രത്യേക ഇഷ്ടം തന്നെ മലയാളികൾക്കുണ്ടാകാറുണ്ട്. ഓരോ വാർത്തകൾക്കും പലപ്പോഴും വലിയ ആരാധക നിരയും ഉണ്ടാവാറുണ്ട്. മക്കളെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി മാറുന്ന വ്യക്തിയാണ് അമ്മ മല്ലിക സുകുമാരനും. രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സിനിമകളെ ആക്രമിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ടെന്ന് നടി പറയാറുണ്ട്. അനാവശ്യ വിവാദമുണ്ടാക്കി സിനിമ പറയുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയാണെന്നും അവർ കുറ്റപ്പെടുത്തി. മുൻപ് രാഷ്ട്രീയം സംസാരിക്കുന്ന എത്ര സിനിമകൾ ഉണ്ടായിട്ടുണ്ട്? അന്ന് ഈ ബഹളം ഉണ്ടായിട്ടുണ്ടോ? എമ്പുരാൻ വിവാദത്തിന് പിന്നിൽ സിനിമയല്ല, രാഷ്ട്രീയമാണ്. കാരണം ഇത് നിങ്ങൾക്ക് എതിരെയാണ് എന്ന് പറഞ്ഞ് ഇൻജക്ട് ചെയ്യുകയാണ്. ജാതി മത ഭേദമന്യേ ജനം ഒരു ദിവസം പ്രതികരിക്കട്ടെ, അപ്പോൾ കാണാം ഇവരെല്ലാം മിണ്ടാതിരിക്കുന്നത്. രാഷ്ട്രീയ മര്യാദ എപ്പോഴും പുലർത്തണം. രാഷ്ട്രീയം വേറെയാകണം, വ്യക്തിബന്ധം വേറെയാകണം. ട്രോളുകളും വിവാദങ്ങളും വേദനിപ്പിക്കാറില്ല. എന്നിരുന്നാലും എന്റെ മകൻ പൃഥ്വിരാജിനെ കുറിച്ച് അടുത്തിടെ വന്ന വിമർശനങ്ങൾ വേദനിപ്പിച്ചിരുന്നു. ഇതിന് പിന്നിൽ ആരോ ഉണ്ടെന്ന് ഉറപ്പാണ്. പൃഥ്വിരാജിനെ കുറിച്ച് എന്ത് അറിഞ്ഞിട്ടാണ് ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത്? പൃഥ്വിരാജ് മോഹൻലാലിനെ ചതിച്ചുവെന്നാണ് പറയുന്നത്. മോഹൻലാൽ പറയില്ലല്ലോ അങ്ങനെ. ഒരു കാലത്തും അദ്ദേഹം അങ്ങനെ പറയില്ല. ചിലരൊക്കെ പറഞ്ഞില്ലല്ലോ മാപ്പ് എഴുതി പോക്കറ്റിലുണ്ടെന്നൊക്കെ. അങ്ങനെയല്ല, ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. മോഹൻലാൽ ഒരിക്കലും എൻ്റെ മകനെയോ ഞങ്ങളെ കുടുംബത്തെയോ കുറ്റം പറയില്ല. വിശേഷ ദിവസങ്ങളിൽ എൻ്റെ മക്കൾ അടുത്ത് വേണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അവർ അത് ഉറപ്പാക്കാറുമുണ്ട്. അതെൻ്റെ വലിയ ഭാഗ്യമാണ്. എൻ്റെ മരുമക്കൾ പൂർണ്ണമായി അറിയുമോ എന്നറിയില്ല. എൻ്റെ 2 മക്കൾക്കും ഓണത്തിനും പിറന്നാളിലും എന്നോടൊപ്പം ഇരുന്ന് ഊണ് കഴിക്കണമെന്ന വലിയ ആഗ്രഹവുമുണ്ട്. അതിനുവേണ്ടി അവർ പരമാവധി ശ്രമിക്കും. ഇതിൻ്റെ എനിക്ക് സങ്കടം തോന്നി. പൃഥ്വിരാജിന് സൈമ അവാർഡ് ആയിരുന്നു. 6, 7 ഫംഗ്ഷനുമായിരുന്നു. 5-ാം തീയതി തിരുവോണം, 4-ാം തീയതി വൈകുന്നേരം വന്നു. രാത്രി എൻ്റെ ചേട്ടനും ഉണ്ടായിരുന്നു. അമേരിക്കയിൽ നിന്നും വന്നു. ഉത്രാടത്തിന് സദ്യ അമ്മാവൻ്റെ ഒപ്പമായിരുന്നു. അത് കഴിഞ്ഞ് തിരുവോണത്തിന് പോയി. എന്നാലേ അവന് അവിടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ. വളരെ സത്യസന്ധമായി പറഞ്ഞാൽ മരുമക്കൾ എന്നും മരുമക്കളാണ്, മക്കളല്ല. മക്കളോട് പറയുന്ന അതേ ടോണിൽ മരുമക്കളോട് പറഞ്ഞാൽ അമ്മായിയമ്മ കളിക്കുകയാണെന്ന് തോന്നിയേക്കും. ഇന്നത്തെ കാലത്ത് അമ്മായിയമ്മ എന്തോ ഭീകരജന്തുവാണെന്നാണ് സമൂഹത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിനൊരു അപവാദമായി ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിള്ളേർ 2 പേരും ചോദിക്കും, എന്തിനാ അമ്മേ ദുരഭിമാനം ഇവിടെ വന്ന് കഴിഞ്ഞൂടെയെന്ന്. 2 പേരുടെയും വീടിനടുത്ത് തന്നെയാണ് ഞാൻ കഴിയുന്നത്. പിന്നെ എന്താണ് ഞാൻ ചോദിക്കാറുണ്ട്. അവർക്ക് അവരുടേതായ ലൈഫ് സ്റ്റൈലുണ്ട്. അവർക്ക് പുറത്ത് പോയി കഴിക്കണമെന്ന് തോന്നിയേക്കും. ഞാൻ നേരെ തിരിച്ചാണ്. അമ്മയുണ്ടല്ലോ, അമ്മയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ എന്ന ചിന്തയൊക്കെ അവർക്കുണ്ടാകും. അതൊന്നും ഇപ്പോഴത്തെ ജനറേഷൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞേക്കില്ല. അവർക്ക് കുടുംബമായി പുറത്തു പോകണമെന്നൊക്കെ തോന്നിയാൽ അമ്മമ്മ ഉള്ളത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ അച്ഛൻ കൊണ്ടുപോയനെ എന്നൊക്കെ മക്കൾക്ക് തോന്നില്ലേ? അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. സുപ്രിയയുടെയും പൂർണിമയുടെയും അമ്മമാർക്ക് മക്കളിലൂടെയാണ് സിനിമാ ഫീൽഡ് അറിയുന്നത്. എന്നാൽ ഞാൻ ഈ ഫീൽഡിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് എനിക്ക് അവരുടെ സാഹചര്യമൊക്കെ മനസ്സിലാകാറുണ്ട്. അതേസമയം മലയാള സിനിമാ ലോകത്ത് അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വിവാദമായത് എമ്പുരാൻ ആണ്. വലിയ ഹൈപ്പോടെ റിലീസ് ചെയ്ത സിനിമയുടെ ആശയം രാഷ്ട്രീയ വിവാദമായിരുന്നു. ചില സീനുകൾ നീക്കം ചെയ്തിരുന്നു. വലിയ കളക്ഷൻ നേടിയെങ്കിലും വിവാദങ്ങൾ കാരണം ഈ വിജയത്തിളക്കം മങ്ങിയിരുന്നു. ഈ വിഷയത്തിൽ ഇതുവരെയും പരസ്യ പ്രതികരണത്തിന് പൃഥ്വിരാജും തയ്യാറായിട്ടില്ല. ശക്തമായ പ്രതികരണം നടത്തിയത് പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുകുമാരനാണ്. എമ്പുരാൻ വിവാദ സമയത്ത് തനിക്കുണ്ടായ നിരാശ മല്ലിക സുകുമാരൻ തുറന്നു പറഞ്ഞിരുന്നു. എന്നും എനിക്കുള്ള വിഷമം എൻ്റെ മകനോടും ഞാൻ പറഞ്ഞു. ഞാൻ പ്രതീക്ഷിച്ചത് മോഹൻലാൽ, മുരളി ഗോപി, ആന്റണി പെരുമ്പാവൂർ, പൃഥ്വിരാജ് എന്നീ 4 പേരും കൂടി ഒരു പ്രസ്താവന വരുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിച്ചു. അതായിരുന്നു ചെയ്യേണ്ടിരുന്നത്. നിങ്ങളാരും പറയുന്നതൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല എന്ന പ്രസ്താവന. അത് തെറ്റിച്ചതിന് പിന്നിൽ രാജുവിനോടുള്ള വ്യക്തിവൈരാഗ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ മോനോട് പറഞ്ഞാൽ പോ അമ്മയെന്ന് പറയും. എന്താണ് അങ്ങനെ ഒരു പ്രസ്താവന വരാതിരുന്നതെന്ന് ഞാൻ ചോദിച്ചു. എനിക്കറിയില്ല അമ്മയെന്ന് അവൻ. സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളൊന്നും രാജു കാണുന്നില്ല. ഞാനിട്ട പോസ്റ്റ് പോലും കാണാറില്ല. ഞാൻ വിളിച്ചു പറയും, ഇതൊക്കെ തെറ്റിദ്ധാരണയാണ്, ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യരുതെന്ന പ്രസ്താവന വരേണ്ടിയിരുന്നു. അപ്പോഴേക്കും തിരുത്തണമെന്ന് പറയുന്നു. എന്തിനായിരുന്നു ഈ കോലാഹലങ്ങൾ? അത് അജ്ഞാതമായ ഏരിയയാണ്. ആരും അറിയാതെ പൃഥ്വിരാജ് എഴുതി ചേർത്തുവെന്ന് ഒരാൾ അനാവശ്യമായി പറഞ്ഞപ്പോൾ ഞാൻ പ്രതികരിച്ചു. ഇനിയും പ്രതികരിക്കും. അതിനി ഏത് വലിയ കൊമ്പത്തെ ആളാണെന്ന് പറഞ്ഞാലും ഞാൻ പ്രതികരിക്കും. മക്കൾ പ്രതികരിക്കില്ലായിരിക്കും. പക്ഷേ ഞാൻ നൊന്തുപെറ്റ എൻ്റെ മോനല്ലേ? ഒരമ്മ എന്ന നിലയിൽ എനിക്കത് കൊണ്ടു. ഇവിടെ ഏതെങ്കിലും സിനിമാ സംഘടനകളോ വ്യക്തിയോ പ്രതികരിച്ചോ? ഈ അമ്മക്കാരിൽ ആരെങ്കിലും പ്രതികരിച്ചോ? ഇവരൊക്കെയല്ലേ നമ്മളോടൊക്കെ വോട്ട് ചോദിക്കുന്നത്. കുറ്റപ്പെടുത്തി പറയുകയല്ല, ഭയം കൊണ്ടാണ് പ്രതികരിക്കാത്തത്. എമ്പുരാൻ എന്ന സിനിമയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഈ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. അവർ എല്ലാവരും ഒന്നിച്ചിരുന്ന് തിരക്കഥ വായിച്ചിട്ടുണ്ട്. എടുക്കുന്ന രംഗങ്ങൾ അപ്പോൾ ഒന്നിച്ചിരുന്ന് കണ്ട് എല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുണ്ട്. എടുക്കുന്ന ഘട്ടത്തിൽ സീനുകൾ തിരുത്തണമെങ്കിൽ അതിനുവേണ്ടി എഴുത്തുകാരനായ മുരളി ഗോപി എപ്പോഴും സന്നദ്ധനാണ്. പിന്നെ എല്ലാം കഴിഞ്ഞ് സിനിമ ഇറങ്ങിയപ്പോൾ എങ്ങനെ അതിന് പൃഥ്വിരാജ് മാത്രം ഉത്തരവാദിയാകും എന്ന് മല്ലിക സുകുമാരൻ നേരത്തെ സോഷ്യൽ മീഡിയയിലൂടെ ചോദിച്ചിരുന്നു. എന്തിനാണ് നടക്കാത്ത പ്രിവ്യൂ മോഹൻലാൽ കണ്ടില്ലെന്ന് നുണ പ്രചരിക്കുന്നത്? പൃഥ്വിരാജിനെ ബലിയാടാക്കി എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്ന ധാരണ ഒന്നും ആർക്കും വേണ്ട. അവന്റെ ഒപ്പം ഈശ്വരനുണ്ട്. ഞങ്ങൾക്ക് മനുഷ്യരെയല്ല, ദൈവത്തെയാണ് ഭയം. ഈശ്വരനാണ് എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും ഇതുവരെ വഴി നടത്തിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്നവരെ ഈശ്വരൻ വെറുതെ വിടില്ല എന്നും മല്ലിക സുകുമാരൻ തുറന്നടിച്ചു.